ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ ദിവസവും വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ്. യഥാർത്ഥത്തിൽ വൈവിധ്യമാണ് ഈ ലോകം ഇത്രയും സുന്ദരമായിട്ട് നമുക്ക് തോന്നുന്നത്. ദാമ്പത്യത്തിനകത്താണെങ്കിലും ഒരു പുതുമ കണ്ടെത്തി അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നവർ ധാരാളമുണ്ട്. പങ്കാളിയെ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് നോക്കിയാലോ? എനിക്ക് തോന്നുന്നു സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട് ചില ധാരണകൾ ഇപ്പോഴും ഉണ്ട്. പുരുഷനാണ് ഇത് കൂടുതലും ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് പുരുഷൻ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, പുരുഷൻ വേണം ഇതിന് മുൻകൈ എടുക്കാൻ. അങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ സ്ത്രീക്ക് ഇത് ആവശ്യമുള്ളപ്പോൾ തുറന്ന് പ്രകടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് അവരെപ്പോഴും ഇതിന് തയ്യാറാണ്, അവർക്ക് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ് എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് വളർന്നു വന്നതിനകത്ത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പങ്കുണ്ട്. എനിക്ക് തോന്നുന്നു പല സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെൻഷൻ കൂടുതൽ ശരീരത്തെ ബാധിക്കാനുള്ള പോസിബിലിറ്റി പുരുഷനാണ്. തന്നെയല്ല, ഇത് കുറച്ച് സമയമൊക്കെ എടുത്ത് ആസ്വദിച്ച് വളരെ വിജയകരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവരുടെ മൂഡ് ഏത് രീതിയിലാക്കി എടുക്കാനും സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് പെട്ടെന്ന് സാധിക്കും. ചില പുരുഷന്മാരുടെ സംസാരവും അവരുടെ പെരുമാറ്റവും കണ്ടാൽ തോന്നും അവർ പങ്കാളിയിൽ നിന്നും ഇത് മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. അത് ചില സമയത്തും ചില സാഹചര്യത്തിനും മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് പുരുഷന് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണെന്നറിയാമോ? അവരുടെ മനസ്സ് ഏറ്റവും കൂടുതൽ റിലാക്സായി ഇരിക്കുമ്പോഴാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവർ സ്വന്തം പങ്കാളിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹവും കെയറിങ്ങുമാണ്. മിക്ക സ്ത്രീകളെ സംബന്ധിച്ചും അവരുടെ പങ്കാളിക്ക് അവരൊരു ലേബൽ കൊടുത്തിട്ടുണ്ട്. ഇവരിങ്ങനെയായിരിക്കും, പുള്ളി ഈ സമയത്ത് ഈ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള എന്നുവെച്ചാൽ ഇനി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇദ്ദേഹം ഇങ്ങനെയാണ് എന്നുള്ള മനോഭാവം. അപ്പോൾ ഈ ഒരു ലേബലിനനുസരിച്ചായിരിക്കും മിക്ക പുരുഷന്മാരും പ്രതികരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഒരു കാര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ എന്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ചിന്തയും അതനുസരിച്ചായിരിക്കും. അപ്പോൾ ഇതിന് താല്പര്യം കൂടുതലുള്ളവരെ സംബന്ധിച്ച് വെറൈറ്റി രീതികളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരാൾക്ക് മാത്രം പോരാ ഈ ഇഷ്ടവും മൂടും ഒക്കെ, രണ്ടു പേർക്കും ഒരുപോലെ വേണം. അപ്പം രണ്ടു പേരും പല ചിന്തകളുമായിട്ടാണ് ഈ ഒരു കാര്യം തുടങ്ങുന്നത് തന്നെ. അപ്പം നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ഊർജ്ജ ലെവലിനും വ്യത്യാസമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഊർജ്ജ ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ ചില പ്രത്യേക രീതിയിലുള്ള ചുംബനങ്ങൾക്ക് കഴിയും. കാരണം ഈ സമയം മാറിടങ്ങൾ കൊണ്ടും ചില ക്രിയകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ പങ്കാളി ഏറ്റവും കൂടുതൽ റിലാക്സ് ആകുന്നത് അവർക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ഇവിടെയാണ് ഓരോരുത്തരുടെയും ആ ഒരു വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മളൊരു വെറൈറ്റി ചെയ്യുമ്പോൾ ഒരാൾക്ക് മാത്രം ഇഷ്ടമുള്ളതാണെങ്കിൽ അതിനകത്തൊന്നൊരു സംതൃപ്തി രണ്ടു പേർക്കും കിട്ടത്തില്ല. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഒരാൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു അതനുസരിച്ചിരിക്കും അവരുടെ ആ മൈൻഡ് സെറ്റും. അതുപോലെ സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് അവർക്ക് ഏത് രീതിയാണ് ഇഷ്ടമെന്ന് അവരങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ അങ്ങ് തുറന്ന് പറയണമെന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്യുമ്പോഴുള്ള റെസ്പോൺസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഏത് കാര്യമാണെങ്കിലും ഇവിടെ സ്ത്രീയുടെ സ്നേഹത്തോടെയുള്ള റെസ്പോൺസ് മാത്രം മതി പങ്കാളിക്ക് ഈ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ ഈ ഒരു കാര്യം അമിതമായാൽ അവിടെ പൊതുവെ ആകർഷണം കുറവായിട്ട് തോന്നും. ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു സ്ത്രീയോട് കാമപരമായിട്ടുള്ള ഒരു ആകർഷണം തോന്നുന്നത് അവരുടെ മൊത്തത്തിലുള്ളൊരു പേഴ്സണാലിറ്റി കണ്ടിട്ടാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ വരും. ശരീരത്തിൻ്റെ ഷേപ്പ് വരും, ഡ്രസ് കോഡുണ്ട്, പിന്നെ സംസാര രീതിയുണ്ട്, ചിരിയുണ്ട്, അതുപോലെ റെസ്പോൺസ് ഉണ്ട്, ചില കാര്യങ്ങൾ പറയുമ്പോഴുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഈ പല പല ചിന്തകളിലും ഊർജത്തിലും പല പല ഉത്തരവാദിത്വത്തിലും നിൽക്കുന്നതുകൊണ്ട് മിക്കവാറും പുരുഷന്മാർക്ക് ഇതിനകത്തൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മുൻകൂട്ടി അറിഞ്ഞ് മുൻകൈ എടുത്ത് മാറ്റേണ്ടത് സ്ത്രീ പങ്കാളിയാണ്. അതിനുവേണ്ടി ആദ്യം ആകർഷണം ഉള്ളതായിട്ട് സ്വയം മാറണം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, വിമർശനങ്ങൾ ഈ സമയത്ത് പൂർണ്ണമായി ഒഴിവാക്കണം. ചിലരെ സംബന്ധിച്ച് ഈ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു ബലം വരാനായിട്ട് കുറച്ച് താമസം വരുന്നവരുണ്ട്. അവരോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം.
ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വരുമ്പോൾ മറ്റ് രണ്ട് വ്യക്തികളായിരിക്കണം. ഏത് കാര്യത്തിൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ അത് ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്ത്രീ പങ്കാളിക്ക് ഇതിനകത്തൊരു തുടക്കം ഇട്ടുകൊടുക്കാം. അതുപോലെ തന്നെ മാർഡങ്ങൾ കൊണ്ടുള്ള ലോലമായ സ്പർശനത്തിന് ഈ ഒരു എനർജി ലെവൽ വരുത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ ചില പ്രത്യേക രീതിയിലുള്ള നോട്ടം, നിപ്പ്, നടപ്പ്, സംസാരം ഒക്കെ തന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ചില സമയത്തെ പോസ്റ്റർ ഉണ്ടല്ലോ, അത് ആകർഷകമാക്കാൻ പറ്റും. ചിലർക്കാണെങ്കിൽ അതിനകത്തൊരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയെങ്കിലേ ദീർഘനാൾ നിലനിൽക്കത്തുള്ളൂ. ഇനി ഏത് മെത്തേഡിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നണമെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, ഫാൻറ്റസികൾ, അതുപോലെ കാഴ്ചകൾ ഒക്കെ തന്നെ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.